കർമ്മത്തിലൊന്നും പോയിട്ടില്ല. അത്രയല്ലേ? ആ എനിക്ക് മനസ്സിലായി. നീ എന്തിനാണ് കിട്ടണേ? മനസ്സിലായില്ല. നിനക്കതിനെന്താ വേണ്ടേ? ആ എത്രയാ വേണ്ടത്? മനസ്സിലായില്ല. അവർക്ക് അന്നം കൊടുക്കാനുള്ള വെള്ളിയല്ലേ വേണ്ടു, അതല്ലേ വേണ്ടു. ഇതല്ലേ നിനക്ക് വേണ്ടു. ഇതിന്റെ അപ്പുറത്ത് നിനക്ക് വാങ്ങി മൊത്തം എത്രയാ ഭവനത്തിന്? ഇല്ലേ? 8 ലക്ഷം വെള്ളി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നു. തരപ്പെടുത്തി തരാനാണ് എനിക്ക് ഭയപ്പാട്. നീ ഇന്ന് പൊക്കും ഭവനത്തിൽ ചെന്ന് നാളെ പുലർക്കാലേ എൻ്റെ അച്ഛൻ്റെ ഉച്ചയൂണ് കഴിയുന്നതിന് മുമ്പ് ഞാനിവിടെ സമയാസമയത്ത് ഇന്ന ദിവസങ്ങളിൽ എഴുന്നള്ളി വരുന്ന സത്യാണെങ്കിൽ ഉണ്ണിയെ നിനക്ക് ഞാൻ വെള്ളി തന്നേക്കാൻ പൊക്കോ. ഉണ്ണിയെ ആൺസന്താനം സങ്കടപ്പെടാൻ പാടില്ല, മനസ്സിലായില്ല. ഒരു നമ്പൂരത്തോട് കൊടുത്തു ഉന്നോട് പൊക്കോളം പറയും. ഞാനത് ഇല്ല കണ്ടുവച്ചിട്ടുണ്ട്, പോയി കാര്യം നടത്തിയിട്ട് എത്ര പൈസ അത്ര ഇറങ്ങിക്കോണം. നീ പൊക്കോന്ന് നിനക്ക് ഞാൻ തരാം, ഞാനില്ലേ പറഞ്ഞു. ഞാൻ ചിങ്ങപ്പുലരിക്ക് നിനക്ക് വെച്ച് വിളമ്പിത്തരാനും നിന്റെ കൂടെ കൊടിയാളെ ഉടുത്ത് ചമഞ്ഞൊരുങ്ങി നടക്കാനൊരു ഉണ്ണിനെ നിനക്ക് തന്നാൽ പോലെ. ചിങ്ങപ്പുലരിക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു. അതിന് മുമ്പാണ്, ചിങ്ങപ്പുലരി കഴിഞ്ഞിട്ടല്ല. ഇത് മേടമാസല്ലായിട്ടുള്ളൂ. ഇടവും ഇതിനും ഉണ്ട് 2 കറുത്ത ദിനം കഴിഞ്ഞോട്ടോ. നിനക്ക് ഞാൻ തന്നേക്കാം, അതിനുള്ളിൽ തന്നേക്കാം. നക്ഷത്രം പോലും ഇട്ടാതെ പുറത്തിട്ടാതിൽ പുരട്ടാതി കുറ്റാതി ഇത് 4 മടക്കിയിട്ട് പെണ്ണാണ തകിടും കൊണ്ട് പോണാ എന്നെ വിളിച്ച് പറയണം. ഈ ഉണ്ണിയല്ല എന്ന് വരില്ല എന്ന് പറഞ്ഞു. നീ വരില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ അങ്ങനെ തന്നെ പറയാം. നീ പറഞ്ഞ ഭാഷയിൽ തന്നെ ഞാൻ തിരിച്ചു വരാം. ഇന്ന് എനിക്ക് ഞാൻ വാങ്ങിച്ചു തന്ന കർമ്മ ഇന്നെനിക്ക് അവിടെ നിന്ന് അവധി കിട്ടില്ല. അതിനെ ഞാൻ ഇന്നലെ വന്നേ കാണാനായിട്ട്. അപ്പൊ ഞാൻ തന്നിനോട് പറഞ്ഞ് നീ പൊക്കോ, ഇന്ന് നിന്നെ എനിക്കൊന്ന് കാണുന്നുണ്ട്, നിനക്കുള്ള അവധി ഞാൻ നിനക്ക് തരപ്പെടുത്തി തരും എന്ന് 2 വാക്കാ പറഞ്ഞിട്ടുള്ളൂ. ശരിയല്ലേ? ഞാൻ തന്ന കർമ്മം ഞാൻ കളയും. ഇല്ലില്ല, നീ ചോദിക്കുന്നതിന് മുമ്പ് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ കടമ തീർന്നു, മനസ്സിലായില്ല. ഇന്ന് നിന്നെ എൻ്റെ ഇന്നലെ കണ്ട ഉണ്ണിയാ. ഇന്ന് നിന്നെ കാണുന്നതിന് പ്രത്യേകതയൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ വെള്ളാട്ട് മണ്ഡപം നീ കാണണം എന്നെനിക്കൊരു മോഹമുള്ളത് കൊണ്ടാ നിന്നോട് ഞാൻ ഇന്ന് വരാൻ പറഞ്ഞു. ഇന്നലെ വന്ന് നീ എനിക്ക് തരേണ്ട വസ്തുക്കളൊക്കെ തന്നു, എന്നെ കണ്ടു വണങ്ങിപ്പോയി, എൻ്റെ നൃത്തം കണ്ടു. ഇന്ന് നിന്നെ എൻ്റെ വെള്ളാട്ട് മണ്ഡപം കാണണമെന്ന് എനിക്കൊരു മോഹമുള്ളത് കൊണ്ടാണ് നിന്നോട് വരാൻ പറഞ്ഞു. എൻ്റെ കണക്ക് വരുന്നു ഈ ബുക്ക്. ഞാൻ വാങ്ങിത്തന്ന കർമ്മം ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ കൊണ്ടെടുക്കും. നീ എന്നോടൊരു കാര്യം ചോദിച്ചില്ലേ? മനസ്സിലായില്ല, ഓർമ്മയുണ്ടാവും. അല്ല അപ്പം ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? പാതി വഴിയിൽ എന്നെ ഇട്ടിട്ട് പോകും. ഉറപ്പാണ്. അല്ല, ചില ഉണ്ണികൾക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നെ കൊണ്ടുനടക്കാനുള്ള ചില നിശ്ചയമുണ്ട്, മനസ്സിലായില്ല? ഇത് സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾക്ക്, വെള്ളി സംബന്ധമായ വിഷയങ്ങൾക്ക് മാത്രം എന്നെ വേണ്ടു. അങ്ങനെ ചില ഉണ്ണികളുണ്ട്, മനസ്സിലായില്ല? കുറേ വെള്ളി ഉണ്ടാവണം, കുറേ വാഹനം ഉണ്ടാവണം, ആടയാഭരണങ്ങൾ ഉണ്ടാവണം, 1 കൂടുതൽ 10 എത്രയായാലും കുഴപ്പമില്ല. കാണുന്ന സ്ത്രീകളൊക്കെ വേണമെന്ന് മോഹിക്കുന്ന ചില ഉണ്ണികളുണ്ട്. അങ്ങനെ വല്ല നിശ്ചയമുള്ള ഉണ്ണികളുണ്ടെന്ന് പറയും. പക്ഷേ എന്നെ പാതി വഴിയിൽ കൊണ്ടൊന്ന് വിൽക്കാൻ പാടില്ല. നിനക്ക് എന്നെ കൊണ്ടുനടക്കുന്ന ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അരികിൽ വരാം. നീ എൻ്റെ ഇല്ലത്ത് വന്നിട്ട് നിനക്ക് ഞാനൊന്നും നടത്തി തരാനില്ല. കർമ്മം നടത്തുന്ന ആ കർമ്മസ്ഥാനത്ത് ഇന്നലെ നീ വന്ന് കണ്ടു, ഇന്ന്
എൻ്റെ വെള്ളാട്ടിൽ ഞാൻ നിനക്ക് കാണിച്ചു എൻ്റെ രൂപമണ്ഡപം. അപ്പൊ എനിക്ക് അത്രയും പ്രൗഢിയും കഴിവുണ്ടെങ്കിൽ ഇനി നീ നിശ്ചയിച്ചു എന്താ വേണ്ട ഉണ്ണി? എന്താ എന്ത് കാര്യത്തിനായിട്ട് സ്വാമി കൊണ്ടുനടക്കുന്നത്? സാമ്പത്തികം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാമി വിടുമോ? ഞാൻ ആദ്യം പറഞ്ഞത് ശരിയല്ലേ? ഉണ്ണി വെള്ളിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ ചോദിക്കുന്ന വെള്ളി കൊടുത്തിട്ട് ഉണ്ണിക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ട് എന്നെ പാതി വെള്ളിട്ട് പോയാൽ ഞാൻ തന്നതിൻ്റെ അപ്പുറത്ത് തോണ്ടിയെടുക്കും. തന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ തോണ്ടും. ഇനി വരുമ്പോ അത് തീരുമാനം അറിയിക്കൂട്ടാ. അപ്പൊ ഞാൻ നിനക്കൊരു വസ്തു തരാൻ നീ അത് കൊണ്ടുപോക്കോ നിന്റെ ഭവനത്തിൽ. എന്താ പറയണോ? കാര്യം പറ. മാറ്റി തന്നേക്കാം. ഞാൻ നിന്നോട് പറഞ്ഞു, നീ എന്നോട് അപരാധിപ്പെട്ട് ഞാൻ അവിടെ വന്നുള്ള അടയാളം കാണിച്ചു കൊടുത്തു. ഇനി അതുണ്ടാവില്ല പോരെ? അത് തന്നെ, ഇനി അതുണ്ടാവില്ല. നീ എന്നോട് ആവശ്യം പറഞ്ഞു, ആ ആവശ്യം ഞാൻ തിരിച്ചു ചെയ്തു, ഞാൻ തിരിച്ചു പോന്നു. ഇനി അതുണ്ടാവില്ല. അത്രന്നെ വേണ്ടു. നിനക്ക് അടയാളം കാണണമെന്ന് പറഞ്ഞു, ഞാൻ അവിടെ വന്നേൻ്റെ അടയാളം ഞാൻ നിനക്ക് കാണിച്ചു. ഇനി ഉണ്ടാവില്ല പോരെ? അതെന്റെ ഭാഗം. ദിനം 2 വെള്ളി എനിക്ക് 30 നാട് കൂടുമ്പോൾ ആ 2 ഉണ്ണി സന്താനങ്ങളുടെ പേരിൽ 5 കർമ്മം എനിക്ക് തന്നേക്കണം. നീ ഇതാ ഞാൻ തിരിച്ചു തന്നേക്കാം. നിന്നോണ്ടേ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഉണ്ണിയുടെ കൂടാരാ അറിയുന്നുണ്ടോ കൂടാ? ആ പറയും. അതായത് അത്തരം അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞേക്കാം, 1 ഉണ്ണിയുടെ സുഖം വേണം, 10 ഉണ്ണിയുടെ സുഖം വേണം. ഏതാ വേണ്ടത്? മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായ. 1 ഉണ്ണിയുടെ സുഖം വേണ്ട ഒരു പെൺസന്താനത്തിന്, 10 ഉണ്ണിയുടെ സുഖം വേണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായി. 1-ൽ കൂടുതൽ ഉണ്ണികളായിട്ട് ബന്ധമുള്ള പെൺസന്താനാണ്. അത് നിനക്കറിയാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞത് എൻ്റെ ഉണ്ണിനൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരു മാതാവ് വന്നിട്ട് ഇത്ര ദിനത്തിലുള്ള നിന്റെ ഉണ്ണി ഇന്നത് ചെയ്യുമെന്ന് ഞാൻ എങ്ങനെയാ പറയാ? അത് പറയാൻ പാടില്ല. എനിക്കറിയാം. അതുകൊണ്ടാണ് ആ ഉണ്ണി സന്താനത്തിന് നല്ലവണ്ണം എനിക്കറിയാം. ഞാൻ എൻ്റെ കർമ്മിയോട് കാണിച്ചു കൊടുത്ത് ആ ഉണ്ണി സന്താനം 1 മുഴം കയറ് ഒരുക്കി വെച്ചിട്ട് കുറച്ച് ദിനായി. അത് പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കും. എന്നിട്ടും ഞാൻ തടസ്സം നിർത്തില്ല. എൻ്റെ അച്ഛൻ്റെ നിശ്ചയം വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല ഒരു കരിക്കളും അവിടെ ചെന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അല്ല, അതൊരു ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ സമ്മാനം കിട്ടാറായിട്ടുണ്ട്. മനസ്സിലായി? സമ്മാനം കിട്ടാറായിട്ടുണ്ട് ഒരു ഉണ്ണിയുടെ കയ്യിൽ. ഉണ്ണി ആവലാതിപ്പുണ്ട, ഞാൻ തന്നേക്കാം. നീ എന്നെ കുറെ ദിനങ്ങളായിട്ട് വലയ്ക്കുന്നു. മനസ്സിലായ ഞാൻ പറഞ്ഞു. ഞാനേ നീ ഇപ്പൊ ഇരിക്കുന്ന അതേപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അത്രയും നിനക്ക് ഒറ്റക്കാലം നിന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്.
എൻ്റെ ഇല്ലത്ത് വന്നിട്ട് ഇത് സങ്കടപ്പെടണ്ട. എൻ്റെ ഇല്ലത്ത് വന്നിട്ട് എല്ലാ ഉണ്ണികൾക്കും ഞാൻ കാര്യം ചെയ്ത് കൊടുക്കാം. ആ ഉണ്ണിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, നീ അത് നടത്തി കൊടുക്കണമെന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രതീക്ഷ ഞാൻ ഉണ്ടാക്കി തരും. ഇതെൻ്റെ മണ്ഡപത്തിൽ ഇരുന്നാ പറയണം. അത് തുറക്കരുത്. പിന്നീട് നിദ്ര കൊള്ളുന്ന മുറിയറയിൽ വെച്ചാൽ തുറക്കരുത് കേട്ടാ. ശരിക്കിരുന്നു. പാലം